ഇന്നലത്തെ കളിയിലെ എൻ്റെ മാൻ ഓഫ് ദ മാച്ച് മറ്റാരുമല്ല, ജാസ്പ്രീത് ബുംറ ഇറങ്ങിയ 16-ാമത്തെയും 18-ാമത്തെയും ഓവർ. വാട്ട് എ പ്ലെയർ മാൻ. ആ ഓവറിലാണ് ഇന്ത്യ കളി ജയിച്ചത്. ഒരു പൂ ചോദിച്ചപ്പം ഒരു പൂക്കാലം തന്നെ തന്നു എന്ന് പറയുന്ന പോലെയായിരുന്നു ഇന്നലത്തെ ഇംഗ്ലണ്ട് ഇന്ത്യ മാച്ച്. ബാറ്റിങ്, ഫീൽഡിങ്, ബോളിങ് എല്ലാം അതിൻ്റെ പീക്കിലെത്തിയ ഒരു മാച്ച്. എൻ്റർടൈൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ത്രില്ലർ എൻ്റർടൈൻമെൻറ്റ് മാച്ച്. 40 ഓവറുകളിലായിട്ട് 499 റൺസ് പിറന്ന ഇന്നലത്തെ മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ 20 ഓവറിൽ 253 റൺസാണ് എടുത്തത്. അതിൽ സഞ്ജു സാംസന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ്, 42 ബോളിൽ 89 റൺസ്. ഈഡൻ ഗാർഡൻസിലെ ആ മാരക ഫോം വാങ്കഡയിലും തുടർന്നു സഞ്ജു സാംസൺ. അതിനുശേഷം നമ്മുടെ ഇഷൻ കിഷൻ 18 ബോളിൽ 39 റൺസ്. സ്ഥാനക്കയറ്റം കിട്ടി വന്ന ശിവൻ ദുബെ 25 ബോളിൽ 43 റൺസ്. ഹാർദിക് പാണ്ഡ്യ 12 ബോളിൽ 27 റൺസ്. അഞ്ചാമനായി ഇറങ്ങിയ തിലക് വർമ്മ 7 ബോളിൽ 21 റൺസ്. അങ്ങനെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്ലേ മാത്രമായിരുന്നില്ല, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തൊരു മാച്ചായിരുന്നു ഇന്നലെ. ജാസ്പ്രീത് ബുംറയുടെ ഓവറിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു ഓവറായിരുന്നു നമ്മുടെ ഹാർദിക് പാണ്ഡ്യയുടെ 19th ഓവർ. നല്ല ഫോമിൽ നിൽക്കുന്ന ജേക്കബ് ബദേൽ പോലും ഹാർദിക് പാണ്ഡ്യയിട്ട് അടിക്കാൻ സാധിച്ചില്ല. കാരണം 19ാമത്തെ ഓവറിൽ ഹാർദിക് പാണ്ഡ്യ വിട്ടുകൊടുത്തത് വെറും 9 റൺസായിരുന്നു. അങ്ങനെ 253 എന്ന കൂറ്റൻ സ്കോർ ചേസ് ചെയ്യാൻ ഇറങ്ങിയ ഇംഗ്ലണ്ടിന് ആദ്യം തന്നെ അടിപതറി. ജോസ് ബട്ട്ലറും ഫിലിപ്പ് സോൾട്ടും ഹാരി ബ്രൂക്കും ഒക്കെ വലിയ തുടക്കം നൽകാതെ പുറത്തായെങ്കിലും പിന്നീട് വന്ന ജേക്കബ് ബദേലും വിൽ ജാക്സും ചേർന്ന് കളി ബിൽഡ് ചെയ്തു. ഒരു 10 ഓവറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കണ്ട സീനൊക്കെ മാറി. ഏതാണ്ട് 125 റൺസൊക്കെ ആയി 10 ഓവറിൽ. അപ്പോഴത്തേക്ക് ഇന്ത്യൻ ആരാധകരൊക്കെ വാങ്കഡയിൽ നിശബ്ദരായി. പിന്നെ അങ്ങോട്ട് ബദേലിൻ്റെ വിളയാട്ടം തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഈ കളി കൈവിടുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്തു നിന്നാണ് നമ്മുടെ ജാസ്പ്രീത് ബുംറ ഇന്ത്യക്ക് വേണ്ടി ആ കളി പിടിച്ചു തന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്സർ പട്ടേലിൻ്റെ 2 ക്യാച്ച്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ക്രൂഷ്യൽ ഘട്ടത്തിൽ നമ്മുടെ ഹാരി ബ്രൂക്കിനെ പുറത്താക്കിക്കൊണ്ടുള്ള ആ ഒരു ബാക്കിലേക്ക് ഓടിയെടുത്തൊരു ക്യാച്ച്, അതുപോലെ തന്നെ നമ്മുടെ വിൽ ജാക്സിനെ പുറത്താക്കാൻ വേണ്ടി ഫ്ലൈയിങ് ക്യാച്ച്. അത് ക്യാച്ച് ശരിക്കും അക്സർ പട്ടേലിൻ്റെ പേരിൽ വരില്ലെങ്കിലും ആ ക്യാച്ചിൻ്റെ 100% ക്രെഡിറ്റും അക്സർ പട്ടേലിന് തന്നെയാണ്. ലാസ്റ്റ് ഓവർ എറിയാൻ കൊടുത്തത് ശിവൻ ദുബൈക്ക്. എല്ലാവരും ഒന്ന് നിശബ്ദരായി. കാരണം ശിവൻ ദുബൈ ഇതിനു മുന്നേ അടിമേടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ എന്താണോ ക്യാപ്റ്റനും കോച്ചും മനസ്സിൽ പ്ലാൻ ചെയ്തത് അത് തന്നെ നടന്നു. ശിവൻ ദുബെ ശരിക്കും ഒരു ബിഗ് മാച്ച് പ്ലെയറാണ്. ബോളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും ഇന്നലെ ശിവൻ ദുബെ തിളങ്ങി. ശിവൻ ദുബയുടെ ഫസ്റ്റ് ബോളിലാണ് കളി ജയിപ്പിക്കും എന്ന് നമ്മൾക്ക് തോന്നിപ്പിച്ച ജേക്കബ് ബദേലിന് റണ്ണൗട്ട്. പിന്നെ അങ്ങോട്ട് ഇന്ത്യക്ക് കാര്യങ്ങൾ ഈസിയായിരുന്നു. അടുത്ത 5 ബോളിൽ നിന്ന് ഓൾമോസ്റ്റ് 29 റൺസ് 28 റൺസ് വേണമായിരുന്നു. നമ്മുടെ ജോഫ്ര ആർച്ചറാണ് വന്നത്. ആർച്ചറുടെ ഫസ്റ്റ് ബോൾ തന്നെ മിസ്സായി. പിന്നെ ഇക്വേഷൻസ് ഒക്കെ തെറ്റി. ബാക്കി 4 ബോളിൽ 6 അടിച്ചാലും അവർക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾമോസ്റ്റ് കളി നമ്മൾ ജയിച്ചു. അങ്ങനെ ഓൾ ടുഗദർ ഇന്ത്യക്കൊരു എല്ലാവരും കളിച്ച ഒരു മാച്ചായിരുന്നു ഇന്നലത്തെ. അഭിഷേക് ശർമ്മ നമുക്കറിയാം ഇന്നലെ കളിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നിരുന്നാലും ആള് അത്യാവശ്യം നല്ല ടച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാ 11 പേരും ചിലപ്പോൾ ഒരു കളി കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. ഹി വിൽ കം അപ്പ്. ചിലപ്പം ഫൈനലിലായിരിക്കും അഭിഷേക് ശർമ്മയുടെ ഡേ. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞതുപോലെ അവർക്ക് ശരിക്കും കളി പാളിയത് സഞ്ജു സാംസണെ 15 റൺസിൽ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തപ്പോൾ തൊട്ടാണ്. അല്ലെങ്കിൽ ശരിക്കും ഇന്ത്യക്ക് ഇത്രയും നല്ലൊരു സ്റ്റാർട്ട് ചിലപ്പോൾ കിട്ടില്ലായിരുന്നു. ഇന്ത്യ ഒരു 230-235 ചിലപ്പോൾ ഒതുങ്ങിപ്പോയേനെ. നമ്മളെപ്പോഴും പറയുന്ന പോലെ ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറയുന്നത് ഇന്നലെ കറക്റ്റായിരുന്നു. ഇന്ത്യക്ക് അക്സർ പട്ടേൽ എടുത്തു കൊടുത്ത 2 ക്യാച്ചായിരുന്നു ഇന്ത്യയെ ജയിപ്പിച്ചത്. അവർക്ക് സഞ്ജു സാംസൺ ഡ്രോപ്പ് ചെയ്തപ്പം അവർക്ക് ആ മാച്ച് ലൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഓൾ ടുഗദർ ഇന്ത്യക്കൊരു കിടിലൻ ദിവസമായിരുന്നു. ഇംഗ്ലണ്ട് നമ്മളെ വിറപ്പിച്ചെങ്കിലും ലാസ്റ്റ് നമ്മൾ കളി തിരിച്ചു പിടിച്ചു. അങ്ങനെ ഇന്ത്യ ഗോസ് ടു ഫൈനൽ. ന്യൂസിലൻഡ് ഇന്ത്യ മാച്ച് നമുക്ക് അഹമ്മദാബാദിൽ വെച്ച് ഞായറാഴ്ച കാണാം.